അവിടെ പരിശുദ്ധമായ പള്ളിയുണ്ട്, മസ്ജിദുൽ ഹറാം. അല്ലെ, മദീനയിലെത്തിയാൽ അവിടെയുണ്ട് മസ്ജിദുൻ നബവിയുണ്ട്. അല്ലെ, പിന്നെയുണ്ട് പരിശുദ്ധമായ പള്ളിയുണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുൽ അഖ്സ, ജെറൂസലേമിലെ അന്നത്തെ ഈലിയ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുള്ള സ്ഥലം. ഈ 3 പള്ളികൾ ഇസ്ലാമിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ടവയാണെന്ന് പറഞ്ഞ പള്ളികളാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ 2 ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസാണ്, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ് മസ്ജിദി ഹാദാ വമസ്ജിദിൽ ഹറാം വമസ്ജിദിൽ അഖ്സ. ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ചെന്നാൽ ആ പള്ളിയിലെ നിസ്കാരം കൊണ്ട് എനിക്ക് പുണ്യമുണ്ട്, കൂടുതൽ പുണ്യമുണ്ട് എന്ന നിയ്യത്തോടുകൂടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതാ ഈ 3 സ്ഥലങ്ങളെ ഉള്ളുകെട്ടോ. ബാക്കി ദുന്യാവിലെ പള്ളികൾക്കൊക്കെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഒന്നു തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ചെറിയ ഒരു തൈക്കാവിൽ ഒരു ശ്രാമ്യ പള്ളിയിൽ ഒരു നിസ്കാരപ്പള്ളി നിസ്കരിക്കുന്നതും നമ്മുടെ മസ്ജിദ് ഷെയ്ഖ് സായിദ് ബില്യൺ കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുണ്ടാക്കിയ പള്ളിയിലെ 2 റക്അത്ത് നിസ്കാരവും കൂലി ഒന്ന് തന്നെയാണ്. ലോകത്ത് വലിയ വലിയ പള്ളികളുണ്ട്. അല്ലെ, തുർക്കിയിലെ ബ്ലൂ മോസ്ക്, മസ്ജിദ് സുലൈമാൻ, ആ പള്ളിയിൽ നിസ്കരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ചേരമാൻ പെരുമാളിന്റെ പേരിൽ ഉണ്ടാക്കിയ ചേരമാൻ പള്ളിയിൽ കൊടുങ്ങല്ലൂർ പോയി നിസ്കരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ഒക്കെ പ്രതിഫലം ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രതിഫലം കൂടുതൽ കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് 3 പള്ളികളിലേക്ക് മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒന്ന് മസ്ജിദി ഹാദാ, ഒന്ന് എന്റെ ഈ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ കഅബയ്ക്ക് ചുറ്റുമുള്ള പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്. വമസ്ജിദുൽ അഖ്സ, പിന്നെ ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകളൊക്കെ ഈ അടുത്ത് നമ്മുടെ സദസ്സിൽ നിന്ന് പോലും കുറച്ച് ആളുകളൊക്കെ അഖ്സ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചു വന്നിട്ടുണ്ട്. മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. അപ്പൊ ചില എന്താ ഹറാം എന്ന് പറഞ്ഞു? അല്ലാഹുവിന്റെ നല്ലൊരു പള്ളിക്ക് ഹറാം എന്ന് എന്തിനാ പറയുന്നത്? ഹറാം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നിഷിദ്ധം, മറ്റൊന്ന് പരിശുദ്ധമായത്. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ദ ഹോളി സാങ്ച്വറി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, പരിശുദ്ധിയുള്ള സ്ഥലം. നിങ്ങൾ ഇത് ഒരു ഹറാം, അല്ലാഹു തആല ചില ബൗണ്ടറികൾ വെച്ച പ്രദേശമാണ്, അല്ലാഹു ചില നിബന്ധനകൾ വെച്ച പള്ളിയാണിത്, പരിശുദ്ധമായ പള്ളിയാണ്. ആ അർത്ഥത്തിലാണ് ആ വാക്ക് ഹറാമിന്റെ 2 അർത്ഥത്തിൽ ഒരർത്ഥം ഇതാണ്. ഹറാമാണ് എന്ന് കള്ളുടി ഹറാമാണ്, ശരി. അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധിയുള്ള പള്ളി എന്നാണ് ആ വാക്ക്.